ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 43. ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മാനാ ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. വിവർത്തനം. മഹാബാഹോ, ഭൗതികങ്ങളായ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും അതീതനാണ് താനെന്നറിഞ്ഞിട്ട് ദൃഢനിശ്ചയത്തോടെയുള്ള ആത്മീയ ബുദ്ധിയും അഥവാ കൃഷ്ണാവബോധം ആത്മീയ ശക്തിയും കൊണ്ട് മനസ്സിനെ ഉറപ്പിച്ച് അദമ്യനായ കാമമെന്ന ശത്രുവിനെ കീഴടക്കുക. ഭാവാർത്ഥം: നിരാകാരമായ ശൂന്യതയെ ആത്യന്തിക ലക്ഷ്യമായി കരുതാതെ താൻ എന്നേക്കും ഭഗവാന്റെ സേവകനെന്നറിഞ്ഞുകൊണ്ട് കൃഷ്ണാവബോധത്തിലെത്താനുള്ള വഴിയാണ് ഈ 3-ാം അധ്യായം നിർദ്ദേശിക്കുന്നത്. ഭൗതിക ജീവിതത്തിൽ ഒരാൾ കാമത്തിനും പ്രകൃതി വിഭവങ്ങളുടെ ആധിപത്യം നേടാനുള്ള ആഗ്രഹത്തിനും അടിമപ്പെട്ടിരിക്കും. ഇന്ദ്രിയ സുഖത്തിനും അതീശത്വത്തിനുമുള്ള ആഗ്രഹമാണ് ബദ്ധനായ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ശത്രു. എന്നാൽ കൃഷ്ണാവബോധത്തിൻ്റെ പ്രഭാവം മൂലം ഭൗതികങ്ങളായ മനോബുദ്ധീന്ദ്രിയങ്ങളെ ആർക്കും നിയന്ത്രിക്കാം. സ്വന്തം ചുമതലകളെയോ പ്രവൃത്തികളെയോ പെട്ടെന്ന് ഉപേക്ഷിക്കേണ്ടതില്ല. ക്രമേണ കൃഷ്ണാവബോധം വളർത്തിയെടുക്കുന്നതുകൊണ്ട് ഉറച്ച ബുദ്ധിയെ തൻ്റെ വിശുദ്ധമായ ആത്മസത്തയിലേക്ക് തിരിച്ച് ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ വശപ്പെടാത്ത അഭൗതികമായൊരു അവസ്ഥയിലെത്താം. ഇതാണ് ഈ അധ്യായത്തിൻ്റെ രത്നച്ചുരുക്കം. ഭൗതിക ജീവിതത്തിൻ്റെ അപക്വദശയിൽ തത്വജ്ഞാനപരങ്ങളായ അഭ്യൂഹങ്ങളാകട്ടെ ഇന്ദ്രിയ ദമനത്തിനു വേണ്ടി സ്വീകരിക്കാറുള്ള യോഗാനുഷ്ഠാനാദി കൃത്രിമോപായങ്ങളാകട്ടെ ആരെയും ആത്മീയമായ ഉത്കർഷത്തിന് സഹായിക്കില്ല. അതിന് ഉദാത്തമായ ബുദ്ധിയുടെ സഹായത്താൽ കൃഷ്ണാവബോധത്തിൽ പരിശീലനം നേടുക തന്നെ വേണം. ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗം അഥവാ കൃഷ്ണാവബോധത്തിൽ നിയതകർമ്മങ്ങൾ അനുഷ്ഠിക്കൽ എന്ന 3-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.